ഈ തംബ്നെയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മളെ പരിപാടി ആട്ടയും അതായത് ഗോതമ്പ് പൊടിയും മത്തിയും അതായത് ചാള ഉപയോഗിച്ച് ചെറിയൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ചട്ടിയായാലും സ്റ്റീൽ പാത്രമായാലും എന്തായാലും കുഴപ്പമില്ല. ചട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് നമ്മൾ കുറച്ച് ഇത്തിരി കൂടുതൽ ഇടണം. കാരണം നമ്മൾ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെയും കൂടി ഉപ്പ് നോക്കിയിട്ട് ഇടണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പരീക്ഷണാടിസ്ഥാനം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇടുകയാണ്. അതായത് മത്തി ഞാനിവിടെ ഒരു 6-7 എണ്ണം ഇടുന്നുള്ളൂ. അപ്പോൾ മത്തി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വേവിക്കാൻ വെക്കുക. അതായത് മീൻ നല്ലപോലെ വെന്ത് എന്ന് ഉറപ്പായതിന് ശേഷം ആണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോതമ്പ് പൊടി കുറേശ്ശെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് 2 രീതിയിൽ ഇളക്കാം. മീനെല്ലാം ഉടയുന്ന രീതിയിലും ഇളക്കാം, മീൻ ഉടയാത്ത രീതിയിലും ഇളക്കാം. അത് സ്വന്തം കഴിക്കേണ്ട ഒരു ഇൻട്രസ്റ്റ് പോലെയാണ്. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കുകയാണ്. കാരണം മീനും നമ്മുടെ ഈ ഗോതമ്പ് പൊടിയും മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുള്ള് ചെറുങ്ങനെ കിട്ടും. അപ്പം അതും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണല്ലോ. അപ്പം ഞാൻ ഈ ഗോതമ്പ് പൊടി കുറേശ്ശെ ഈ വെന്ത മത്തി കറിയെന്ന് നമുക്ക് പറയാം, അതിലേക്ക് കുറേശ്ശെ ഇട്ടുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു അളവ്, കറക്റ്റ് അളവൊന്നുമില്ല. നമ്മൾ ഏകദേശം ഒന്ന് കട്ടിയായി വരുമ്പോൾ ഗോതമ്പ് പൊടി ഇടുന്നത് നിർത്തുക. അപ്പം നല്ലോണം വേവണം. നമ്മൾ വിചാരിക്കും ഇത് ഗോതമ്പ് പൊടി കട്ടിയായി, അതായത് ചെറിയ കട്ടകളായി മാറും. അങ്ങനെയൊന്നും വരില്ല. നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ യാതൊരു കുഴപ്പമില്ല. നല്ല ചൂടായിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായിക്കോളും. നമ്മുടെ ഗോതമ്പ് പൊടിയും അതായത് അതിലും മിക്സ് ആയി ചേർന്നോളൂ. നല്ലതുപോലെ ഇളക്കുക. മീൻ നല്ലോണം ഉടയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ ഉടയുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഗോതമ്പ് പൊടിയിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചട്ടിയിലെടുക്കുമ്പോൾ അറിയാലോ, അതായത് ആ ചൂട് അവിടെ നിലനിർത്തും. അതുകൊണ്ടാണ് ചട്ടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിയുന്നതും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിന് ഞാൻ സ്പെഷ്യൽ പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാനൊരു പുഴുക്ക് പോലെയാക്കിയാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അടുത്തൊരു സ്പെഷ്യൽ ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റും ഇടുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. ബൈ.